നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. മാടക്കത്ര പഞ്ചായത്തിലെ റബ്ബർ മാറ്റ് വിതരണം, മിനറൽ മിക്സർ വിതരണം എന്നിവ പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വെല്ലുവിളികൾക്കെതിരെ സാഹിത്യത്തെ ആയുധമാക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ. സാഹിത്യ അക്കാദമിയുടെ 69ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആഴ്ചകൾക്ക് മുൻപ് ടാറിംഗ് നടത്തിയ പൊന്നൂക്കര പള്ളിയറ റോഡ് തകർന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ BJP ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. മാടക്കത്ര പഞ്ചായത്തിലെ 2025-26 സാമ്പത്തിക വർഷത്തെ റബ്ബർ മാറ്റ് വിതരണം, മിനറൽ മിക്സർ വിതരണ പദ്ധതിയും പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. താണിക്കുടം മൃഗാശുപത്രിയിൽ രാവിലെയായിരുന്നു ചടങ്ങുകൾ. പഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ സംബന്ധിച്ചു. വെല്ലുവിളികൾക്കെതിരെ സാഹിത്യത്തെ ആയുധമാക്കുക എന്ന് സജി ചെറിയാൻ. സാഹിത്യം കേവലം ആസ്വാദനത്തിനുള്ള ഉപാധി മാത്രമല്ല, സാമൂഹിക വിമർശനത്തിനുള്ള മൂർച്ചേറിയ ആയുധം കൂടിയാണെന്നും അദ്ദേഹം. ജനാധിപത്യ മൂല്യങ്ങൾ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിൽ സാഹിത്യത്തെ ആയുധമാക്കണം. സാഹിത്യ അക്കാദമിയുടെ 69ാം വാർഷികാഘോഷം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പുരസ്കാരങ്ങളുടെ സമർപ്പണവും നടത്തി. വർഗീയതയും അസഹിഷ്ണുതയും ജനാധിപത്യ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്നു. സത്യം നിർഭയമായി വിളിച്ചു പറയാനും മാനവികതയുടെയും മതേതരത്വത്തിന്റെയും പക്ഷത്തു നിന്ന് സംസാരിക്കാനും എഴുത്തുകാർക്ക് ഉത്തരവാദിത്വമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പം സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഡിജിറ്റൽ യുഗത്തിലെ വായനാ രീതിയുടെ മാറ്റങ്ങൾ, യുവതലമുറയെ സാഹിത്യത്തിലേക്ക് ആകർഷിക്കൽ, ആഗോള സാഹിത്യവുമായുള്ള നിരന്തര സംവാദം എന്നിവയെല്ലാം ഗൗരവമായി കാണണം. വെല്ലുവിളികളെ അതിജീവിച്ച് മലയാള സാഹിത്യത്തെ ലോകഭൂപടത്തിൽ ശക്തമായി അടയാളപ്പെടുത്താൻ വരും വർഷങ്ങളിൽ അക്കാദമിക്ക് സാധിക്കട്ടെയെന്ന് മന്ത്രി ആശംസിച്ചു. വരും തലമുറ മലയാളത്തെ ഉപേക്ഷിക്കുമോ എന്ന ഉത്കണ്ഠ ശമിച്ചിട്ടില്ലാത്ത കാലമാണ് എന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ പറഞ്ഞു. ഉപരിപഠനം, വിദേശ ജോലി, നവമാധ്യമങ്ങളുടെ ഇടപെടലുകൾ, മറ്റ് ഭാഷാ വ്യവഹാരങ്ങൾ തുടങ്ങിയവയിലൂടെ ഭാഷയുടെ അനേക വിധാനങ്ങൾ മറയുമ്പോൾ മലയാള ഭാഷ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഭാഷയെ വീണ്ടെടുക്കുക എന്നത് എഴുത്തുകാരുടെ പ്രാഥമിക ധർമ്മമാണ്. ഹിംസയുടെ വിവിധ രൂപങ്ങൾക്കെതിരായ പ്രതിരോധം തീർക്കേണ്ടത് അത്യാവശ്യമാണ്. സ്തുതിപാഠകരെ മാത്രം നിലനിർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പലതരത്തിലുള്ള ആധിപത്യങ്ങളുടെ കാലമാണ്. സമഗ്ര സംഭാവന പുരസ്കാര ജേതാക്കൾക്ക് അവാർഡ് സമർപ്പിക്കുന്ന ആദ്യ സെഷനിൽ P. ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. MK മനോഹരൻ പ്രശസ്തി പത്രം വായിച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ, നിർവാഹക സമിതി അംഗം VS ബിന്ദു എന്നിവർ ആശംസകൾ അറിയിച്ചു. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കളെ പങ്കെടുപ്പിച്ച് ഭാഷയിലെ ഭാഷകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ സംവാദം നടന്നു. അക്കാദമി അവാർഡുകളുടെയും എൻഡോമെന്റ് അവാർഡുകളുടെയും സമർപ്പണവും ചടങ്ങിൽ നടന്നു. ആഴ്ചകൾക്ക് മുൻപ് ടാർ ചെയ്ത പൊന്നൂക്കര പള്ളിയറ റോഡ് വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ. പലയിടത്തും ടാറിംഗ് ഇളകിയ നിലയിലാണ്. വർഷങ്ങളായി തകർന്നു കിടന്ന പൊന്നൂക്കര പള്ളിയറ റോഡ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ടാറിംഗ് നടത്തി പുനർനിർമ്മിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ പണികൾ നടത്തി. എന്നാൽ ടാറിംഗ് നടത്തി ആഴ്ചകൾ കഴിഞ്ഞതോടെ റോഡിന്റെ പല ഭാഗത്തും ടാർ പൊളിഞ്ഞ നിലയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതോടെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടു. കൃത്യമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്താതെ തട്ടിക്കൂട്ടുപണികൾ നടത്തിയതാണ് റോഡ് ഇത്തരം അവസ്ഥയിലെത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിലെ പല സ്ഥലത്തും ടാറിംഗ് പൊളിഞ്ഞ് മെറ്റൽ ഇളകിയ അവസ്ഥയിലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനം സിറ്റി ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ച് ആഘോഷിക്കുന്നു. റൺ ഫോർ യൂണിറ്റി എന്ന ആപ്തവാക്യമാണ് ലക്ഷ്യം. ഐക്യം, ശാരീരിക ക്ഷമത, ലഹരിരഹിത സമൂഹം കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം എന്നിവയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളോടൊപ്പം അധ്യാപകരും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും മറ്റു വിഭാഗങ്ങളിലെ പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുന്നുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ BJP ഒല്ലൂർ മണ്ഡലം പ്രതിഷേധ മാർച്ച് നടത്തി. മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി പ്രിന്റു മഹേദേവ് മുഖ്യപ്രഭാഷണം നടത്തി. ശബരിമല കൊള്ളയിൽ CBI അന്വേഷണം നടത്തുക, ദേവസ്വം മന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൈക്കാട്ടുശ്ശേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച് എടക്കുന്നി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. ഡിവിജ് ND, ജെയിൻ പാലത്തിങ്കൽ, രാജശേഖരൻ മങ്ങാട്ട്, സുഭാഷ് എടക്കുന്നി, സന്ദീപ് പുളിങ്കുഴി എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ
Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണോ? എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണി കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. നിലവിലുണ്ടായിരുന്ന 1600 നിന്ന് 400 രൂപ കൂടി കൂട്ടി. പ്രതിമാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകും. ട്രാൻസ് സ്ത്രീകളടക്കം പാവപ്പെട്ട സ്ത്രീകൾക്ക് സഹായം ലഭിക്കും. 33 ലക്ഷത്തിലേറെ സ്ത്രീകൾക്കാണ് സഹായം കിട്ടുക. അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഓണറേറിയം 1000 രൂപ കൂട്ടി. സാക്ഷരതാ പ്രേരകന്മാരുടെ ഓണറേറിയം 1000 രൂപയാക്കി. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടതിൽ വിവാദങ്ങളും ആശങ്കകളും ഉയർന്ന പശ്ചാത്തലത്തിൽ നടപടി പുനഃപരിശോധിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 7 അംഗങ്ങളുള്ള ഉപസമിതി രൂപീകരിച്ചു. റിപ്പോർട്ട് വരുന്നതുവരെ PM ശ്രീയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നിർത്തിവെക്കും. ഇത് കേന്ദ്ര സർക്കാരിനെ കത്ത് മൂലം അറിയിക്കുകയും ചെയ്യും. മനസ്സോട് ഇത്തിരി മണ്ണ് വിട്ട് നൽകി മാതൃകയായി ചക്കാലക്കൽ തമ്പി തോമസ്. സ്വന്തമായൊരു വീട് എന്നത് സ്വപ്നമായി തുടരുന്ന മനുഷ്യർ നമുക്കിടയിലുണ്ട്. ഭൂമിയും വീടുമില്ലാത്ത 6 കുടുംബങ്ങൾക്ക് വീടൊരുക്കാൻ വഴിയൊരുക്കി സമൂഹത്തിന് മാതൃകയാവുകയാണ് സർക്കാർ കരാറുകാരനായ ചക്കാലക്കൽ തോമസ് മേരി ദമ്പതികളുടെ മകൻ ചക്കാലക്കൽ തമ്പി തോമസ്.
പാണഞ്ചേരി പഞ്ചായത്തിൽ ഭൂമിയും വീടുമില്ലാത്ത അർഹതപ്പെട്ട 6 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി സൗജന്യമായി വിട്ടു നൽകി ഇദ്ദേഹം. പീച്ചി വില്ലേജിൽ കാളക്കുന്ന് ദേശത്ത് 22 സെന്റ് ഭൂമി കേരള സർക്കാരിന്റെ മനസ്സോടിത്തിരി മണ്ണ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിന് കൈമാറും. പാണഞ്ചേരി ചാത്തംകുളത്ത് നടന്ന ചടങ്ങിൽ ഭൂമി കൈമാറ്റ സമ്മതപത്രം ചക്കാലയ്ക്കൽ തമ്പി തോമസ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന് കൈമാറി. രാമവർമ്മപുരം ഗവൺമെന്റ് ഹിന്ദി അധ്യാപക പരിശീലന കേന്ദ്രത്തിലെ DLED ഹിന്ദി കോഴ്സിലേക്ക് 2025-27 അധ്യയന വർഷത്തേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഇന്നും നാളെയും നടത്തുന്നുണ്ട്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി രാമവർമ്മപുരത്തെ ഗവൺമെന്റ് ഹിന്ദി അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ നേരിട്ട് ഹാജരാവുക. ഫോൺ നമ്പർ 0487-233-2340. ആരോഗ്യ ഇൻഷുറൻസ് എടുത്ത മുതിർന്ന പൗരന്മാരുടെയും മുതിർന്നവരും രോഗബാധിതരുമായ ഏജന്റുമാരെ ഇൻഷുറൻസ് സംവിധാനത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ കുൽസിത ശ്രമം അവസാനിപ്പിക്കണമെന്ന് കേരള കൃഷിവകുപ്പ് മന്ത്രിയും വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാവുമായ മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. ഓൾ കേരള പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് ഏജന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ തൃശൂർ റീജിയണൽ ഓഫീസിലേക്ക് നടന്ന ജാഥയും യോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സ്റ്റേറ്റ് പ്രസിഡന്റ് റോയ് ജോൺ അധ്യക്ഷനായി. ആരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജന്റുമാരെ അവർ ചേർത്തിയ ഉപഭോക്താക്കളുടെ ആശുപത്രിവാസ ചിലവുകൾ മുൻനിർത്തി മുതിർന്ന പൗരന്മാരുടെ ഇൻഷുറൻസ് പരിരക്ഷ പുതുക്കൽ, ബിസിനസ് നൽകാത്തവർ എന്നീ തരത്തിൽ പാർശ്വവൽക്കരണം നടത്തി തൊഴിലാളികളുടെ കമ്മീഷൻ ഭാഗികമായും പൂർണ്ണമായും വെട്ടിക്കുറച്ച് മുന്നോട്ട് നീങ്ങുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ നിഷേധാത്മക നിലപാടുകൾ അംഗീകരിക്കത്തക്കതല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏജന്റ്സ് പ്രക്ഷോഭ പരിപാടികളിലും പിന്തുണയേകുമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ ഉണ്ട്. അയ്യോ ചേട്ടൻ, വാർത്തകൾ തുടരുന്നു. നിയുക്ത ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ ഏറന്നൂർ മന പ്രസാദ് നമ്പൂതിരി പെരിങ്ങാവ് ശ്രീധന്വന്തുരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രം മേൽശാന്തി മുരളീകൃഷ്ണൻ നമ്പൂതിരി പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. പെരിങ്ങാവ് ദേവസ്വം ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദേവസ്വം വൈസ് പ്രസിഡന്റ് ER വേണുഗോപാൽ അദ്ദേഹത്തെ ആദരിച്ചു. ദേവസ്വം സെക്രട്ടറി അഡ്വക്കേറ്റ് MC മനോജ് കുമാർ അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി രാമചന്ദ്രൻ കടവിലും മറ്റു കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
ഇങ്ങനെ ഒരു വേദിയിൽ വരാൻ ഞാൻ പലവട്ടം പോയിട്ടില്ല, ഇതുവരെ കയറിയിട്ടില്ല. എന്നാണ് ഈ യോഗം പോലെ ഉണ്ടായത്. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യകൃതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ കേരള ഭവൻസ് കൾച്ചറൽ ഫെസ്റ്റ് നവംബർ 1 മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യും. 27ാമത് ഓൾ കേരള ഭവൻസ് കൾച്ചറൽ ഫെസ്റ്റ് കാറ്റഗറി 5 പകൽപൂരം നവംബർ 1 പോട്ടൂർ കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിറിലാണ്. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് നിർവഹിക്കുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്ര ചെയർമാൻ TS പട്ടാഭിരാമൻ അധ്യക്ഷത വഹിക്കുന്നു. ഓൺലൈനിൽ പാർട്ട് ടൈം ജോലി ചെയ്യിപ്പിച്ച് 11 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ, പ്രതി റിമാൻഡിലേക്ക്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ തട്ടിപ്പുകൾക്കിരയായാൽ ഉടൻ തന്നെ 1930 എന്ന നമ്പറിൽ വിളിച്ച് പരാതിപ്പെടുക. www.cybercrime.gov.in എന്ന വെബ്സൈറ്റ് വഴിയും പരാതി നൽകാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മാടക്കത്ര പഞ്ചായത്തിലെ റബ്ബർ മാറ്റ് വിതരണം, മിനറൽ മിക്സർ വിതരണം എന്നിവ പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വെല്ലുവിളികൾക്കെതിരെ സാഹിത്യത്തെ ആയുധമാക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ. സാഹിത്യ അക്കാദമിയുടെ 69ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആഴ്ചകൾക്ക് മുൻപ് ടാറിംഗ് നടത്തിയ പൊന്നൂക്കര പള്ളിയറ റോഡ് തകർന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ BJP ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.